ഇന്ത്യൻ ജനങ്ങളിലേക്ക് ലോണിന്റെ പേരിൽ പ്രവഹിക്കുന്ന കണക്കറ്റ സമ്പത്തിന്റെ 50% മീതെയുള്ളത് നിയമപരമല്ലാത്ത സ്രോതസ്സുകളായ ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നുള്ളവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര മാഫിയകളുടെയും ക്രിമിനലുകളുടെയും ഖജനാവിലേക്ക് അളവില്ലാതെ തിരികെ ഒഴുകിയെത്തുന്ന ഈ പൈസയ്ക്ക് പ്രത്യുപകരമായി നൽകപ്പെടുന്നത് രാജ്യത്തിലെ പൗരന്മാരുടെ ജീവനും ജീവിതവും മാത്രമല്ല, വ്യാപകമായി കുറ്റകൃത്യം ചെയ്യാനുള്ള മൗന അനുമതി കൂടിയാണ്. അങ്ങോട്ട് കയറണ്ട. ഓടാൻ ശ്രമിക്കണ്ട. ഞാനൊന്ന് ഒച്ച വെച്ചാൽ ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം ഉണരും. അവർ നിന്നെ പോലീസിൽ ഏൽപ്പിക്കും. വേണ്ട, പ്ലീസ്, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുത്. ഞാനിവിടെ ഒന്നും എടുത്തിട്ടില്ല. എന്നെ വിട്ടേക്ക്. വിടാനോ? എൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചത് നിന്നെ വെറുതെ വിടാനോ? നീ ഒരു കാര്യം ചെയ്യ്, ആ കസേലിരിക്കെ, നിന്നെ ഞാൻ കെട്ടിയിടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഒന്നും എടുത്തിട്ടില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഗതികേട് കൊണ്ട് കയറിയതാ. ഇപ്പോൾ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഈ 2 കാലിലൂടെ നിൽക്കില്ലായിരുന്നു. ഈ വീട് മുഴുവൻ സെൻസറാ. ഞാനൊന്ന് ഒച്ച വെച്ചാൽ സൈറൻ മുഴങ്ങും, നാട്ടുകാരും ഉണരും. നിനക്ക് വേറെ വഴിയില്ല കള്ള. നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആ കസേരയിലോട്ടിരിക്കെ. ഞാൻ കള്ളനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഗതികേട് കൊണ്ടാ. കള്ളന്മാരുടെ സ്ഥിരം ക്ലീഷേ. നീ ഇരിക്കുന്നോ അതോ? വേണ്ട വേണ്ട, ഞാൻ ഇരുന്നോളാം. എന്നാലും ഇത്രയും വീടുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്നിവിടെ തന്നെ കയറാൻ തോന്നിയില്ലോടാ കള്ള. പറ, എന്തിനാ നീ മോഷ്ടിക്കാൻ ശ്രമിച്ചേ? നിങ്ങളെപ്പോലെ പണക്കാരനല്ലാത്തതുകൊണ്ട്. അപ്പോൾ പണമില്ലാത്ത എല്ലാവരും മോഷ്ടിക്കണമെന്ന് നീ പറയുന്നേ? പണം വേണമെങ്കിൽ പണിയെടുക്കണം, കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അല്ലാതെ ഇതുപോലെ മറ്റുള്ളവൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കുകയല്ല വേണ്ടത്. കാശിന് ആവശ്യമുള്ള സമയത്ത് കാശ് തന്നെ വേണം. അല്ലാതെ ആ സമയത്ത് അധ്വാനിക്കാൻ പോയാൽ
ആ സമയം അങ്ങ് പോകും. ഞാൻ സമയത്തിനാണ് വില കൊടുക്കാറ്. കൊള്ളാം, കള്ളനാണെങ്കിലും നീ നല്ല തത്വം പറയുന്നുണ്ട്. ഞാൻ കാല് പിടിക്കാം, ദയവായി എന്നെ അഴിച്ചുവിട്. എനിക്ക് സമയമില്ല. എൻ്റെ ജീവിതം തന്നെ കൈവിട്ട് പോയിക്കൊണ്ടുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. പ്ലീസ്. എന്തിനാ കാശിനിപ്പോൾ ഇത്ര ആവശ്യം, അതും ജീവൻ കൈ പിടിച്ചുകൊണ്ട്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊന്നും പറയാൻ പറ്റിയ സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. ദയവായി എന്നെ വെറുതെ വിട് പ്ലീസ്. പറയാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. എന്നെ അനുസരിച്ചാൽ ആരും അറിയാതെ നീ കയറിയതുപോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അതെൻ്റെ വാക്ക്. ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. ചിലപ്പോൾ അവരാരും നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ കാണില്ല. പ്രത്യേകിച്ച് കാശിൻ്റെ കാര്യം വരുമ്പോൾ. പാടില്ല എന്ന് 100 വട്ടം അറിയാമെങ്കിലും ചില സമയങ്ങളിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചില ചതിക്കുഴികളിൽ ചെന്ന് ചാടും. അങ്ങനെ ഒരു ചതിക്കുഴിയിൽ ഞാനും ചെന്ന് വീണു. അതിൽ നിന്നെല്ലാം കരകയറാൻ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് 30,000 രൂപ വേണം. ഈ ഒരൊറ്റ രാത്രി കൊണ്ട്. അതേതാ നീ അറിഞ്ഞു വീണ ചതിക്കുഴി? ലോൺ ആപ്പ്. സബാഷ്. എനിക്കറിയാമായിരുന്നു. ന്യൂസിൽ ഞാൻ കാണുന്നത് ഇതിനെക്കുറിച്ചെല്ലാം അറിയാവുന്നതുമായിരുന്നു. പക്ഷേ ഞാൻ പെട്ടുപോയി. കാശ് മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സ് മുഴുവൻ. എടുത്ത കാശ് മുഴുവൻ ഞാൻ തിരിച്ചടച്ചു. പക്ഷെ അവരെന്നെ വിട്ടില്ല. അതിൻ്റെ ഇരട്ടി പൈസയാണ് അവരിപ്പോൾ എന്നോട് ചോദിക്കുന്നത്. എൻ്റെ മോശം ഫോട്ടോസൊക്കെ വെച്ച ഭീഷണി. എൻ്റെ കോണ്ടാക്ട്സ് മൊത്തം അവരിലുണ്ട്. പക്ഷേ ഈ കാശ് എനിക്കിന്ന് രാത്രി അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കാശിൻ്റെ വില അറിയാത്ത നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തമാശയായിട്ടേ തോന്നും. കാശില്ലെങ്കിലും നാണോമാനം ഉള്ളവനാ ഞാൻ. അതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാ ഞാൻ കക്ക ഇറങ്ങിയേ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നീയും ആ ചതിക്കുഴിയിൽ വീണു അല്ലേ? ഇത്രയൊക്കെ നീ പറഞ്ഞില്ലേ, ഇനി ഞാൻ പറയാം. നിനക്കിപ്പോൾ 30,000 രൂപ വേണം അല്ലേ? അത് ഞാൻ തരാം നിനക്ക്. പക്ഷേ ഈ കാശ് നീ അവർക്ക് കൊടുത്താൽ അവർ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത് വരുന്നവർ ചോദിക്കുന്ന തുക ഇതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നീ കക്കാൻ ഇറങ്ങുമോ? എടാ കള്ള, നീ ഇപ്പോൾ ഈ കാശ് അവർക്ക് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നീ അവരുടെ കെണിയിലകപ്പെട്ടുവെന്ന്. നിന്റെ നാണവും മാനവും സംരക്ഷിക്കാൻ നീ എങ്ങനെയെങ്കിലും ഈ കാശ് സംഘടിപ്പിക്കുമെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ നീ ഒരു പണക്കാരനായിരിക്കുമെന്ന്. അതുകൊണ്ട് നീ അവരുടെ കെണിയിലകപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിനേക്കാളും നല്ലത് അവരെക്കാളും വലിയ ഫ്രോഡാണെന്ന് നീ അവരെ തെളിയിക്കണം. നാണവും മാനവും കുടുംബവും കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരുത്തനാണ് നീ അവരെ തെളിയിക്കണം. നിങ്ങളെന്ത് പ്രാന്താണ് ഈ പറയുന്നത്? ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങളത്ര ആത്മധൈര്യം എനിക്കില്ല. ഞാനൊരു സാധാരണക്കാരനാ. എൻ്റെ കുടുംബം, കൂട്ടുകാർ, നാട്ടുകാർ, അവർക്കിടയിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. അത് തകർന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അത് തരാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. അവിടെ എനിക്ക് തെറ്റുകളില്ല, ശരികൾ മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വാർത്തകൾ കാണുന്ന പോലെ ലോൺ എടുത്ത് ചതുകുഴിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നതിൽ ഒരാളായി മാറും നീ. ഒരു മണ്ടൻ, വേറെ ഒരു പൊട്ടൻ. എടാ മണ്ട, ഓടാൻ തീരുമാനിച്ചവൻ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെയാണ് നീ. ഇപ്പം നീ അവരെ പേടിച്ചാൽ ജീവിതകാലം മുഴുവൻ നീ അവരെ പേടിക്കേണ്ടി വരും. അതുകൊണ്ട് നീ അവരെ എതിർക്ക്. നോ പറ. അവർക്ക് ഭീഷണിപ്പെടുത്താനേ പറ്റൂ. അതിൽ വീണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് നീയാണ്.
അതുകൊണ്ട് ആലോചിക്കുക, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആണുങ്ങളെ വില കളയാതറ. ഞാൻ നിന്നെ അഴിച്ചുവിടാം. ഭീഷണി കോളുകളും മെസ്സേജുകളും ഇനിയും വരും. അതിന് നീ മറുപടി കൊടുക്കണം. അതിപ്പോൾ പച്ച മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ നിൻ്റെ ഫോണിലുള്ള വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്തുവെന്നും നിൻ്റെ പേരിൽ വരുന്ന മെസ്സേജുകളെല്ലാം അവഗണിക്കണമെന്നും പബ്ലിക്കായും പേഴ്സണലായും നീ എല്ലാവരും അറിയിക്കണം. ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇപ്പം നിനക്ക് എൻ്റെ വീട് അറിയാമല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് ഇവിടെ വരാം. കൂടിപ്പോയ 2 ദിവസം, അത്രയും മാത്രമേ അവരെന്നെ ഫോളോ ചെയ്യത്തുള്ളൂ. നിൽക്ക്. ചതിയിൽപ്പെട്ടവർക്കൊക്കെ ഇതുപോലെ സംസാരിക്കാനും കൂടെ നിൽക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ മരണത്തിലോട്ട് പോവാതെ രക്ഷപ്പെടുമായിരുന്നു. വലുതെന്ന് കരുതുന്ന ഈ ചെറിയൊരു കാര്യവും. കേരളത്തിൽ വീണ്ടും ലോൺ ആപ്പ് ആത്മഹത്യ. തിരുവനന്തപുരം സ്വദേശി ജോജിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ആത്മഹത്യ. അനുവദനീയമല്ലാത്ത ആപ്പുകൾക്കെതിരെ നിയമ സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി ചാക്കോ മാധ്യമങ്ങളോട്.